ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. പെട്ടെന്ന് ജാക്കി ചാൻ വന്ന് എന്നോട് ചോദിക്കുവാണ്, എൻ്റെ കയ്യിൽ 12 മന്ത്രക്കല്ലുണ്ട്, 9 ഡീമൺസ് പവർ ഉണ്ട്, അതും മതിയായിക്കില്ലെങ്കിൽ 10 മാസ്കും ഉണ്ട്. അപ്പം ജാക്കി ചാൻ പറയുന്നതാണ്, ഇത്രയൊന്നും എന്നെ കൊണ്ട് നോക്കാൻ പറ്റുന്നില്ലടാ, പറ്റുമെങ്കിൽ നീ ബാക്കി ആർക്കെങ്കിലും കൊടുക്ക്. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതൊക്കെ നിങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് പവേഴ്സ് എടുക്കുക? വെറും 3 മാത്രമാണ്, അത്യാഗ്രഹം പാടില്ല. സോ ഞാൻ സെലക്ട് ചെയ്യുന്ന 3 ലിസ്റ്റ് പറയാം. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഡീമൺസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പവേഴ്സ് ഒക്കെ നാച്ചുറലായിട്ട് ഡിപ്പെൻഡഡ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ മൈ പേഴ്സണൽ ഫേവറേറ്റ് ഈസ് സെൻഡു. അവൻ ആണാണോ പെണ്ണാണോ വരെ ഇപ്പോഴും പലർക്കും കൺഫ്യൂഷൻ ആണ്. അപ്പോഴും ഓവറോൾ നോക്കുമ്പോൾ സെൻഡു ദ അൾട്ടിമേറ്റ് മോൺസ്റ്റർ. എന്തേ നീ അങ്ങനെ പറയാൻ കാരണം ചോദിച്ചാൽ, അവൻ്റെ കയ്യിൽ 12 മന്ത്രക്കല്ലിൻ്റെ പവേഴ്സ് ഉണ്ട്. ഒരു മന്ത്രക്കല്ലിൻ്റെ പവർ ഉണ്ടെങ്കിൽ തന്നെ ലോകം തന്നെ ചുറ്റാം. അപ്പോൾ ഈ 12 മന്ത്രക്കല്ലിൻ്റെ പവറുള്ള ഡീമൺ നമുക്ക് കിട്ടിയാൽ എങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ നിങ്ങൾ സെൻഡുവായി മാറിയ 12 മന്ത്രക്കല്ല് ഒരേ സമയം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ അതൊരു വീക്ക്നെസ് ആയിട്ടും വരുന്നുണ്ട്. എനിക്ക് ആ 12 മന്ത്രക്കല്ല് കിട്ടിയാൽ മാത്രമേ സെൻഡുവായിട്ട് മാറാൻ പറ്റൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ചുമലൊരു ടോയ് പോലെ അങ്ങ് നിൽക്കേണ്ടി വരും, വേറൊന്നും ചെയ്യാൻ പറ്റൂല. അത് മുഖ്യമായിട്ട് ആ എലിമന്ത്രക്കല്ലും ഇല്ലെങ്കിൽ അവൻ വെറും ടോയ് അല്ലെങ്കിൽ ഒരു സെല, അങ്ങനെ പറയാൻ പറ്റൂ. അവസൊന്നും ഇല്ലെങ്കിൽ ഒരു സാധാരണ ഡ്രാഗൺ ജാക്കി ചാൻ തന്നെ ചവിട്ടി പോകുന്ന അത്രേ ഉണ്ടാവും. എനിക്ക് സെൻഡു ആവാൻ ചാൻസ് കിട്ടിയ ആ 12 മന്ത്രക്കല്ലിന്റെ പവറോടാകും, അല്ലേലാകില്ല. രണ്ടാമത്തത് ഡീമൺ ഓഫ് മൂണിന്റെ പവർ കിട്ടിയെന്ന് വിചാരിക്കും ഈ ലോകത്തെ തന്നെ ഇല്ലാതാക്കാം, അത്രയും പവർഫുൾ ആണ് അവൻ. എന്ന് പറയുന്നത് ഭൂമിയിലെ ചന്ദ്രനെ മാത്രമല്ല കൺട്രോൾ ചെയ്യുന്നത്, ഈ സോളാർ സിസ്റ്റത്തിൽ പെടുന്ന എല്ലാ ചന്ദ്രനെയും കൺട്രോൾ ചെയ്യും. അങ്ങനെ ചന്ദ്രനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഭൂമിയെ ഈസായിട്ട് നശിപ്പിക്കാലോ. ഒന്ന് ചിന്തിച്ച് നോക്ക്, ചന്ദ്രൻ ഇല്ലെങ്കിൽ ഈ ഭൂമി ഇല്ലാലോ. അങ്ങനെ നോക്കിയാൽ ഡീമൺ ഓഫ് മൂൺ എന്ന് പറയുന്നത് സൂപ്പർ ഓപ്പിയാണ്. കൈകൊണ്ടും കാലുകൊണ്ടും അടി കൂടുമ്പോൾ നല്ല വീക്കാണ്. ജാക്കി ചാൻ തന്നെ അവനെ കീറി അടിച്ചിട്ടുണ്ടാവും. അതല്ലാതെ ചന്ദ്രനിൽ പോയി അവൻ്റെ ഡാർക്ക് എനർജി യൂസ് ചെയ്താൽ അതോടെ കഴിഞ്ഞ് പിന്നെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ആർക്കും രസിക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനാകില്ല. ഡീമൺ ഓഫ് മൂണിന്റെ വീക്ക്നെസ് എന്ന് പറഞ്ഞു വരുന്നത് താമരയാണ്. അടുത്തത് ഡീമൺ ഓഫ് തണ്ടർ. എനിക്ക് തോന്നുന്നു ഈ ഡീമൺ മതി ബാക്കി എല്ലാത്തിനും ഒന്ന് തോൽപ്പിക്കാൻ വേണ്ടി, ജസ്റ്റ് ഇത് മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡീമൺ ഓഫ് തണ്ടർ ഡിഫീറ്റ് ചെയ്യാത്തൊരു എപ്പിസോഡില്ല. ഒരു എപ്പിസോഡിൽ നമുക്കറിയാം ഡ്രാഗോ തന്നെ ഡീമൺ ഓഫ് തണ്ടറിന്റെ പവർ ഉപയോഗിച്ചിട്ട് എല്ലാത്തിനും അങ്ങ് തീർത്തിട്ടുണ്ടാവും. ഡീമൺ ഓഫ് തണ്ടർ ഈസ് എ ഓവർ പവർഡ് ക്യാരക്ടർ, ബട്ട് എവിടെയും അവന്റെ പവർ മൊത്തമായിട്ട് കാണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരൊരു ചിപ്പി വെച്ചിട്ടാണ് ആൾക്കാർ ഡാമേജ് ചെയ്ത് പോകുന്നത്, പക്ഷെ ഒരു ചിപ്പി എടുക്കാനും കഷ്ടപ്പാടാണ്. അതുപോലെ ഡീമൺ ഓഫ് തണ്ടർ അവൻ്റെ പവർ ഉപയോഗിച്ച് ഭംഗിയോടെ ഫൈറ്റ് ചെയ്യുന്നവനാണ്. ഡീമൺ ഓഫ് തണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് തോറായിട്ട് ജീവിക്കാം. ഇതാണ് എൻ്റെ ടോപ്പ് 3 ഡീമൺ ലിസ്റ്റ്. അടുത്ത മാസ്ക് ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റോൺസ് ഉണ്ട്, മന്ത്രക്കൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ലിസ്റ്റിലേക്ക് പോവാം. നിങ്ങളുടെ ലിസ്റ്റ് എന്താണെന്ന് താഴാദ്യം കമൻറ്റ് ചെയ്യാം. ഡീമൺസിൻ്റെ അടുത്ത മാസ്ക് ആണ്. അതേ തുടർന്ന് 10 മാസ്ക് ഉണ്ട്. ഈ മാസ്കിൽ 3 മാസ്ക് മാത്രം ചൂസ് ചെയ്യുന്നത് കുറച്ച് കഷ്ടമാണ്. മാസ്കിനൊക്കെ ചൂസ് ചെയ്യുമ്പോൾ സേഡക്കോൺ എബിലിറ്റി വെച്ചാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. കാരണം ഓരോ മാസ്കിനും വ്യത്യസ്ത സേഡക്കോൺ എബിലിറ്റി ആണ്. ഇപ്പോൾ ഏത് മാസ്ക് ആണെങ്കിലും എത്രയോ സേഡക്കോൺസ് ഉണ്ട്. അപ്പോൾ ഓരോ സേഡക്കോൺസും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ തന്നെ ടേക്ക് ഓവർ ചെയ്യാൻ പറ്റും. മാസ്കിനാണ് പവർഫുൾ സേഡക്കോൺ ഉള്ളത്, അത് എത്രത്തോളം എഫിഷ്യൻസി ആണ്, ഇതൊക്കെ നോക്കിയാണ് ഞാൻ എൻ്റെ ടോപ്പ് 3 റാങ്കിങ് വെച്ചത്. അങ്ങനെ നോക്കി ഞാൻ ഫസ്റ്റ് എടുക്കുന്ന മാസ്ക് മുസ്കുറിയൻ. സീസൺ മുഴുവൻ പവർഫുൾ മാസ്ക് വേണം എന്ന് പറഞ്ഞവന് ഈ മാസ്കാണ് കിട്ടുക. കിട്ടിയ ദിവസം അവൻ സേഡക്കോണെ വിളിച്ചാൽ എല്ലാം ചെറുതായിരിക്കും. അക്കാണെങ്കിൽ ഭയങ്കര ദേശത്തിലാകും. ബട്ട് അവൻ അറിഞ്ഞുകൂടാ ഈ ഉറുമ്പ് പോലെ കാണുന്ന ഇതൊക്കെ എന്തൊക്കെ ചെയ്യുന്നു. കാണാൻ ചെറുതാണെങ്കിലും ഇതിനെ കൊണ്ട് സാഡോസിനെ തിന്നാനാകും. സാഡോസ് ഇല്ലാത്തതായിട്ട് ആരും ഈ ഭൂമിയിലില്ല. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഈ ഡീമൺസിന് വരെ സാഡോസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഇത് ഓരോന്നിനെ തിന്നതിൻ്റെ വലുപ്പം വെച്ച് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് വരെ എത്തുന്നാണ് പറയുന്നത്. അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കും, നിങ്ങളുടെ അടുത്ത് ഒരു സേഡക്കോണിൻ്റെ കൺട്രോൾ മാത്രമേ ഉള്ളൂ തോന്നുന്നു, അത് ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിൻ്റെ അത്ര ഉണ്ട് നിന്ദിക്ക്. അപ്പോൾ എത്ര വലിയ പവറായി നിങ്ങളുടെ അടുത്ത് ഇല്ലത്. സെക്കൻഡായിട്ട് ഞാൻ പറയുക മിഡോറി മാസ്ക് ആയിരിക്കും. മാസ്ക് ക്യാപ്റ്റൻ ബ്ലാക്ക് ഇട്ട ഓർമ്മയുണ്ടോ? അതുപോലെ ഇതിൻ്റെ സാഡക്കോൺസ് അതിഭയങ്കരമായിരിക്കും. ഭീമേനെ ഡബിളാക്കി അതിന് നെഞ്ചാവേശം കൊടുക്കുന്നത് പോലെ ആയിരിക്കും ഈ സാഡക്കോൺ. അതുപോലെ ഇതിനെ കാണാനും അതിഭയങ്കരമാണ്. ഇതിനെ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും ബാക്കോട്ട് പോകുക, ഇത് മുമ്പോട്ടൊന്നും പോകും തോന്നുന്നില്ല. അടിച്ചാലാണെങ്കിൽ നമ്മളെ കയ്യോ ഒടിയുക, ഇതിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുപോലെ ഈ സാഡക്കോൺ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു വോളാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വോളായിട്ട് നിൽക്കും. അഥവാ ആരെങ്കിലും ഇങ്ങോട്ട് വന്നു വിചാരിക്കും, ഇതങ്ങ് ഡിഫീറ്റ് ചെയ്ത് അങ്ങ് പോയിക്കൊണ്ടേയിരിക്കുക. അറിഞ്ഞത് വരെ ഏറ്റവും സൂപ്പർ സ്ട്രോങ്ങസ്റ്റ് ആയ നോർമൽ സാഡക്കോൺ എന്ന് പറയുന്നത് ഇതാണ്. എനിക്കറിഞ്ഞ വരെ ഈ സാഡക്കോൺ ആരും അടിച്ച് തോൽപ്പിച്ചിട്ടില്ല. ഈ മാസ്ക് കഴിക്കുമ്പോൾ സാഡക്കോൺ മരിക്കും, അല്ലാതെ ഇതിനാരും അങ്ങനെ തോൽപ്പിച്ചിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു സൂപ്പർ സാഡക്കോൺ അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഈ പവേഴ്സൊക്കെ നമ്മുടെ അടുത്തല്ലേ ഇരിക്കേണ്ടത്, വേറെ ആരത്തെങ്കിലും പോയാൽ കഷ്ടം പെട്ടെന്ന് പറയാം. ഫൈനലി നമ്മുടെ അവസാനത്തെ മാസ്ക് എന്ന് പറയുന്നത് കുരു.
അതേപോലെ ഇതിനെ കാണാൻ നമുക്കറിയാം കുറച്ച് ബ്ലാക്ക് കളറിലെ കുറച്ച് ദേഷ്യം പിടിച്ചിട്ടുള്ള പോലെ തന്നെയാണ് ഉള്ളത്. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ സാഡോക്കോൺസും കുറച്ച് ദേഷ്യം പിടിച്ചിട്ടാണ് ഉള്ളത് സംഭവം. അതുപോലെ ഇതിൻ്റെ സാഡോക്കോൺസിനെ ക്രാക്ക് കോൺസ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കൈകൾ കാണാനാണെങ്കിൽ ഞണ്ട് പോലെയും മറ്റൊരു കൈ കാണാനാണെങ്കിൽ ബ്ലേഡ് പോലെയാണ് ഉള്ളത്. ഇതിനാണെങ്കിൽ നല്ല ഹൈറ്റും ഉണ്ട്, നല്ല ബിൽഡായ സാഡോക്കോൺ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സാഡോക്കോണാണ് നന്നായിട്ട് ഫൈറ്റും ചെയ്യും. അതേപോലെ അതിൻ്റെ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് ഒരുത്തരം രണ്ടായിട്ട് വെട്ടാനും പറ്റും. കാണാനേ ഭയങ്കരമായിട്ട് സാഡോക്കോൺ സൂപ്പർ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ പറന്നടിക്കും. അതേപോലെ ഇവർ ടീമായിട്ട് വർക്കും ചെയ്യും. അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്ത ഈ 3 സാഡോക്കോൺ ഉള്ളത് കൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾ ആർക്കും തൊടാൻ പറ്റില്ല. ഫസ്റ്റ് ക്രാബ്കോൺ ഉള്ളത് കൊണ്ട് എല്ലാവരെയും അടിച്ചിടാം. അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും വന്നാൽ സുമോക്കോൺ ഉണ്ടാവും, അത് നിങ്ങൾക്ക് ചുമര് പോലെ ഒരു പ്രൊട്ടക്ഷൻ തരും. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും പവർഫുൾ സാഡോക്കോൺ വന്നാൽ 10 മിനി സാഡോക്കോൺസ് ഞാൻ ഉണ്ടാക്കും. ഇവർ പിന്നെ നമുക്കറിയാം എത്രത്തോളം പവർഫുൾ ആണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഫുൾ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ ഇവരുണ്ടായാൽ ഇനി ആർക്കും നിങ്ങൾ അടുത്ത് പോലും വരാനാകില്ല. ഡീമൺസിൻ്റെ പവറും കഴിഞ്ഞാൽ അധികം പേരുടെ ഫേവററ്റാണ് മന്ത്രക്കല്ല്. അതുപോലെ ഈസി ടു ഹാൻഡിൽ, ഈസി ടു കയറി. അതുപോലെ 12 മന്ത്രക്കല്ലുള്ളതുകൊണ്ട് ഒരുപാട് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് 3 ചൂസ് ചെയ്യാൻ ഭയങ്കര കഷ്ടമാണ്. എന്നാലും 12 മന്ത്രക്കല്ല് മുന്നിൽ കാണിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ചൂസ് ചെയ്യുന്ന മന്ത്രക്കല്ല് അത് മാത്രമായിരിക്കും. വേറെ ആരുമല്ല, ഇമ്മോർട്ടാലിറ്റി പവർ തരുന്ന നായ മന്ത്രക്കല്ല്. എപ്പോഴും നിങ്ങളെ എങ്ങായിട്ട് വെക്കും. ഇതിനെ നിങ്ങൾ കൈ പിടിച്ച് അമർത്തി യൂസ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് പോക്കറ്റ് ഇട്ടാൽ മതി. അങ്ങനെ ഇട്ട് വെച്ചാൽ നിങ്ങൾക്ക് എത്ര കൊല്ലമാണോ അത്ര കൊല്ലം പോക്കറ്റ് ഉള്ളവരെ നിങ്ങൾക്ക് ഇമ്മോർട്ടാലിറ്റി എന്ന് പവർ ഉണ്ടാവും. ഇമ്മോർട്ടാലിറ്റി ആണ്, ഇതാണ് ടോപ്പ് പവർ. ഈ പവർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര ടീമൺസ് അവൻ്റെ കയ്യിലുണ്ട്, എത്ര മാസ്ക് അവൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊന്ന് തൊടാൻ പോലും അവനെ കൊണ്ട് പറ്റില്ല. പക്ഷേ കുറേ പേര് പറഞ്ഞ ഇമ്മോർട്ടാലിറ്റി അവർക്കൊരു ശാപമാണ്. ബട്ട് എനിക്കൊരു വരമായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മന്ത്രക്കല്ല് ചൂസ് ചെയ്തത്. അപ്പോൾ അതേ തുടർന്ന് അടുത്ത മന്ത്രക്കല്ലായിട്ട് വരുന്നത് കുതിര മന്ത്രക്കല്ലാണ്. അപ്പോൾ നിങ്ങൾ എന്തിക്കും, ഓൾറെഡി 4 മന്ത്രക്കല്ല് ഉപയോഗിച്ച് എനിക്ക് ഇമ്മോർട്ടാലിറ്റി പവർ കിട്ടി, പിന്നെ കുതിര മന്ത്രക്കല്ല് ഉപയോഗിച്ച് രോഗം മാറ്റിയിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചിന്തിച്ചാൽ ഇവിടെയാണ് നിങ്ങളെൻ്റെ അതിപൂർവമായൊരു ചിന്ത കാണേണ്ടത്. 4 മന്ത്രക്കല്ല് കൊണ്ട് ഇമ്മോർട്ടലായി ജീവിക്കാം. ബട്ട് നമുക്ക് ബാക്കിയുള്ളവരുടെ രോഗം, നമുക്ക് അറിയുന്നവരുടെ രോഗം മാറ്റണമെങ്കിൽ ഒരു മന്ത്രക്കല്ല് വേണ്ടേ, അതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങിയ ഇതുവഴി ക്യാഷും ഉണ്ടാക്കാൻ പറ്റും. സോ എല്ലാം കൊണ്ടും നമുക്ക് വേറെ പല ഉപയോഗങ്ങൾ കുതിരമന്ത്രക്കല്ല് കൊണ്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ചൂസ് ചെയ്തത്. മന്ത്രക്കല്ല് കൊണ്ട് ഇമ്മോർട്ടാലിറ്റി ജീവിക്കാം, ബട്ട് ഭൂമി ജീവിക്കണമെങ്കിൽ ക്യാഷ് എന്തെങ്കിലും പണി വേണ്ടേ. അങ്ങനത്തെ ഒരു പണിയായിട്ട് നോക്കുമ്പം ഏറ്റവും സിമ്പിളസ്റ്റ് ജോബ് എന്ന് പറയുന്നത് ഇതായിരിക്കും. നിങ്ങളുടെ ഒരു കുതിരമന്ത്രക്കല്ലുണ്ട്, അവർ നിങ്ങളുടെ അടുത്ത് പനി വന്നിട്ട് പറയും ക്ലിനിക്കിൽ, അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു ക്ലിക്കിനങ്ങ് മാറ്റി കൊടുക്കും. അത്രയേ ഉള്ളൂ, നിങ്ങളെ പണി കഴിഞ്ഞു. ഇപ്പം ചിന്തിച്ച് നോക്കുക എത്ര ലെവൽ നിങ്ങളോട് എത്താൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കുതിരമന്ത്രക്കല്ല് പറഞ്ഞത്. ഏറ്റവും ബെസ്റ്റ് ഡോക്ടറായിട്ട് നമ്മൾ മാറും. അതുപോലെ തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്നവർ നമ്മളും പെടും. എന്ന് വെച്ചാൽ ഇത്രയും ബെസ്റ്റ് ഡോക്ടർ എവിടെയും കാണാൻ പറ്റില്ല, ഒരു തൊടലിന് മാറ്റുന്നത്. അതൊക്കെ കൊണ്ട് നമ്മളായിരിക്കും ടോപ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു ടോപ്പ് പവറാണ് എങ്ങനെ നോക്കിയാലും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇമ്മോർട്ടലായിട്ട് ജീവിക്കുകയും ചെയ്യാം, സുഖമായി ജീവിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്തത്. ഇനി അടുത്ത മന്ത്രക്കല്ല് നോക്കിയാൽ, അടുത്ത മന്ത്രക്കല്ല് എന്ന് പറയുന്നത് കോഴി മന്ത്രക്കല്ല്. മന്ത്രക്കല്ലിൻ്റെ പവർ ഉപയോഗിച്ച് പറന്നെന്ന് വിചാരിക്കുക, കാണുന്നവർ വല്ലതും ദൈവമാണെന്ന് വിചാരിച്ചു നിങ്ങളെ. ഇവിടെ ഞാനൊരു മെൻഷനും കൂടി കൊടുക്കുന്നത്, ആ 3 ചൂസ് ചെയ്യാൻ പറ്റൂ. എന്നാൽ എൻ്റെ അത്യാഗ്രഹമല്ല, 4ാമത്തെ കൂടിയായിട്ടൊന്ന് പറയുന്നതാണ് മുയൽ മന്ത്രക്കല്ല്. ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. അപ്പോൾ ഇത് കൂടി ഒന്ന് ഇടാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇത്രയും പവർ ഉണ്ടെന്ന് വെച്ചിട്ട് കുറേ പേര് ചൊറിയാൻ വരും. അപ്പോൾ ആ ചൊറിയുന്നതിന് രക്ഷപ്പെടാൻ വേണമെങ്കിൽ ഈ പവർ ഉപയോഗിക്കും. മാത്രമല്ല സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനും പറ്റും. അങ്ങനെ എല്ലാം കൊണ്ടും ഈ മന്ത്രക്കല്ലൊക്കെ സൂപ്പർ പവർഫുള്ളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ 3 മന്ത്രക്കല്ല്, 3 മാസ്ക്, 3 ഡീമൺ. ഇനി നിങ്ങളുടെ 3 ഉണ്ടാവുമല്ലോ, അത് താഴെ കമൻറ്റ് സെക്ഷനിൽ മറക്കാതെ ഇടുക. എനിക്കും കൂടി കാണാനാ എന്നിൽ നിന്നും നിങ്ങൾ എത്ര വ്യത്യസ്തമായ ചിന്താഗതിയുള്ളവരാണെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.